ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനിത് മക്കളെയും കൂട്ടിയിട്ട് കണ്ണൂർ വരെ പോയതിൻ്റെ ചെറിയൊരു വീഡിയോ. ഞാനിത് പോയത് ഡിസംബർ 24 ക്രിസ്മസിൻ്റെ തലേദിവസമായിരുന്നു. അപ്പോൾ എനിക്കിത് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി, ഇടയ്ക്കൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്നാണേലും ഇന്ന് ഇത് വീഡിയോ വോയിസ് ഓവർ ചെയ്ത് എടുത്തേക്കാമെന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ നാളത്തേനെ ആകുമ്പോഴത്തേനും ഒരു പുതിയ വർഷമായി. അപ്പോൾ ഈ കൊല്ലം എടുത്തതൊക്കെ ഈ കൊല്ലം തന്നെ ഇട്ട് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനങ്ങനെ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുക ഈ രാത്രിക്ക്. അത് പെരുമ്പാപ്പുഴയാണ്. അപ്പം ഞങ്ങൾക്ക് വെക്കേഷൻ എവിടെയും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മോൾക്ക് സ്പെഷ്യൽ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് യാത്രയൊന്നും ഉണ്ടായിരുന്നില്ല. കോട്ടയത്തും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കോട്ടയത്ത് എൻ്റെ വീടുള്ളത്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു കണ്ണൂർ ട്രിപ്പ് നടത്താമെന്ന് വിചാരിച്ചു. കാര്യമായിട്ടൊന്നുമില്ല, ചെറിയൊരു ഷോപ്പിങ്ങും പിന്നെ ഒന്ന് ബീച്ചിലൊക്കെ പോയിട്ട് വരണം, ഫുഡും കഴിക്കണം, ഇതായിരുന്നു ഉദ്ദേശം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഒരു 11:30 ആകുമ്പോഴത്തേന് ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഇറങ്ങി വന്നപ്പോഴത്തേന് ഒരു 12:30 ആയി. അപ്പം വഴിക്ക് കാണുന്ന കുറച്ച് കാഴ്ചകളൊക്കെ എടുത്ത് അങ്ങനെ പോയി. ഞാൻ പുറത്തുനിന്ന് അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ലാത്തതുകൊണ്ട് കുറച്ചൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് കാണുന്നത് പഴയങ്ങാടി പുഴയാണ്. അപ്പം ഞാൻ ക്രോസ് ചെയ്ത് 2-3 പുഴകളുണ്ടായിരുന്നു, പെരുമ്പാപ്പുഴയും പഴയങ്ങാടി പിന്നെ വളവട്ടണം പുഴയും. അതിലെനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത് ഈ പഴയങ്ങാടി പുഴയാണ്. ഇതിന് പേരങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ പഴയങ്ങാടി കഴിഞ്ഞിട്ടുള്ള പുഴ. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു പാലത്തിൽ നിന്ന് കാണുമ്പം. മിക്കവാറും എല്ലാ വെക്കേഷനൊക്കെ യാത്ര പോകാറുള്ളതാണ്. അപ്പം ഇപ്പം അങ്ങനെ സാധിക്കാറില്ല. അപ്പം ഒരു ചെറിയ യാത്ര ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇപ്രാവശ്യം ഇറങ്ങിയത്. പിന്നെ അമ്പലങ്ങളിൽ കൂടെയൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു, അത് മാത്രമേ ഇപ്രാവശ്യം വെക്കേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ കാണുന്നത് വളവട്ടണം പുഴയാണ്. ഇതിപ്പോൾ എനിക്ക് ക്ലിയറായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. റോഡിൽ നിന്ന് എടുക്കുമ്പോൾ പുഴ അധികം കാണുന്നുണ്ടായിരുന്നില്ല, ദൂരത്തായിട്ടാണ് കാണുന്നത്, അത്ര ക്ലിയറായിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ എത്താൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഫുഡ് കഴിച്ചിരിക്കുന്ന KFC. നമുക്കത് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മിക്കവാറും കണ്ണൂർ പോകുന്ന സമയത്തൊക്കെ KFC കയറി കഴിക്കാറുണ്ട്. പയ്യനുണ്ട്, എന്നാലും കണ്ണൂർ പോകുന്ന സമയത്ത് അവിടെ കയറി കഴിക്കാറുണ്ട്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ പോയത് മാതൃഭൂമി ബുക്സിലോട്ടാണ്. ബുക്ക് വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് 1-2 ബുക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് മൂത്താക്ക് ഒരു വാച്ചും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അതിൻ്റെ അടുത്ത് നിന്ന് ടൈറ്റാൻ്റെ കടയുണ്ടായിരുന്നു, അവിടെ നിന്ന് വാച്ചും വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് സെക്യൂർ മാളിലുള്ളൊരു ബുക്ക് സ്റ്റാളിലോട്ടാണ്. അവിടെ നിന്നും 1-2 ബുക്കൊക്കെ വാങ്ങിച്ചു. ഇത് നേരത്തെയും വാങ്ങിക്കാൻ പോകാറുള്ളതായിരുന്നു. മാളിൽ വേറെ എവിടെയും കയറിയിട്ടില്ല, ബുക്ക് സ്റ്റാളിൽ മാത്രമേ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പയ്യാമ്പലത്തോട്ട് പോയി. പയ്യാമ്പലത്ത് അവിടെ കുറച്ചധികം സമയം അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ മിക്കവാറും കണ്ണൂർ വരുമ്പോഴൊക്കെ ടൈം കിട്ടാറുണ്ടെങ്കിൽ പയ്യാമ്പലത്ത് പോയിട്ട് തിരിച്ച് പോകാറുള്ളൂ. വൈകുന്നേരം ആയിരിക്കും മിക്കവാറും പോകുന്നതുണ്ടാകുന്നത്. അപ്പോൾ തിരിച്ച് പോകുന്ന സമയത്ത് പയ്യാമ്പലത്ത് കയറി കുറച്ച് സമയം ഇരുന്നിട്ടായിരിക്കും പോകുന്നത്. അവിടെ ഇങ്ങനെ തിരയൊക്കെ നോക്കിയിരിക്കുമ്പോൾ ഒരു സമാധാനം, അപ്പോൾ കുറച്ച് സമയം അവിടെ ഇരിക്കും. അങ്ങനെ ഈ പ്രാവശ്യം ഈ പ്രാവശ്യം പോയത് പയ്യാമ്പലത്തോട്ടായിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് തന്നെ പോയതായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കട്ട് ചെയ്ത് മാങ്ങ വിൽക്കുന്നുണ്ട്, ഉപ്പും അച്ചാറും കൂടി ആയിട്ടിരുന്നുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് കഴിച്ച് കുറച്ച് സമയം തിരയൊക്കെ നോക്കി അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ കണ്ണൂർ കോക്ടെയിലും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് ആദ്യമായിട്ട് കഴിക്കുന്നതായതുകൊണ്ട് ഞങ്ങൾ ആദ്യം നേരത്തെ കുടിച്ചു, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിക്കാൻ നല്ലതാണ്. ഞാനും വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഓരോ റീൽസൊക്കെ കണ്ടിട്ടാണ് ഞാനത് കഴിക്കണം എന്ന് വിചാരിച്ചായിരുന്നു. ഇപ്രാവശ്യം പോയപ്പോഴാണ് അതൊന്ന് പറ്റിയത്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു നല്ല വീഡിയോ ആയിട്ട് എടുക്കണമെന്നുള്ള പ്ലാനിലൂടെ പോയത്, പക്ഷേ അതൊന്നും നടന്നില്ല. അപ്പോൾ എനിക്ക് എടുക്കാനുള്ള പരിചയക്കുറവൊക്കെ കൊണ്ട് ഞാൻ കുറച്ച് ചെറുതായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഒരു 2-3-4 മിനിറ്റേ ഉള്ളൂ ഈ വീഡിയോ. അങ്ങനെ ഒരു ചെറിയ വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം ഇതിന് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോസ് അടുത്ത കൊല്ലം ചെയ്യാമെന്നുള്ള പ്രതീക്ഷയോടെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് താങ്ക് യു.